ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പൊ ഇന്ന് ഞാനൊരു മിനി വ്ലോഗിൽ തുടങ്ങിയ ഒരു ലോങ് വ്ലോഗിലോട്ട് എത്തിപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കോളേജ് വരെ പോകുന്ന ഒരു മിനി വ്ലോഗ്, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു കുട്ടി മിനി വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നത്. അതെന്താണെന്ന് നിങ്ങൾ വഴിയെ കാണും. ഞാൻ എന്റെ വീടിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയപ്പോഴാണ് അറിഞ്ഞത് ബസ് മാറിയാണ് കയറിയത്. അങ്ങനെ പാതി വഴിയിൽ അവിടെ ഇറങ്ങി പിന്നെ നടന്നാണ് കോളേജിൽ എത്തിയത്. ഇനി ബാക്കി കാണും. ജർമ്മന് സപ്ലിയാണ്. എനിക്കറിഞ്ഞൂടെ കഴിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്റെ ക്ലാസ്സിൽ ആകെ 4 ജർമ്മനേ ഉള്ളൂ. അതില് 3 പേരും പാസ്സായി, ഞാൻ മാത്രമേ ഉള്ളൂ. ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയൊക്കെയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയുന്നതാണ്. ഞാൻ പിന്നെ അത് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ 2 ഫ്രണ്ട്സിനെയാണ്. ഒന്ന് കേപ്പിനെ വീണനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ബാക്കി കണ്ടോളൂ. ഹലോ ഗൈസ്, ഗ്ലോവിത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. കട്ട് ചെയ്തെടുക്കും. ആക്ച്വലി അവള് ബർത്ത്ഡേ 2 ദിവസത്തിന് മുന്നേ കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കോളേജിൽ വന്നിട്ടുണ്ട്. അവൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളിന്ന് ഞങ്ങൾ ഇന്ന് അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് അവള് വ്ലോഗായിട്ട് ഇടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അവൾക്കൊരു മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നു. ഞാൻ വീട്ടിൽ വെച്ച് ഒരു 1000 സംതിങ് ടേക്കൊക്കെ എടുത്ത് ഇൻട്രോ എടുക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇവിടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇതെടുത്തത്. അപ്പൊ ഗൈസ്, ബാക്കി ഇനി അവൾക്കുള്ള ഗിഫ്റ്റ് ഒളിപ്പിക്കാനാണ് ഇനി ടാസ്ക്. എല്ലാരും പോവും, അതുകൊണ്ട് ഗിഫ്റ്റ് ഒളിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ അതിന്റെ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ. ആ മോൻ കണ്ട അറിയാൻ ടെൻഷനില്ല. അപ്പൊ പിന്നെ മതി. അങ്ങനെ നമ്മുടെ ലക്ഷ്മിന്റെ ഗിഫ്റ്റ് കൊണ്ട് KP പോവാണ് ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു 3:30 വരെ അഡ്ജസ്റ്റബിൾ ആവുന്ന സമയം നമ്മൾ നോക്കിയിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇതുവരയ്ക്കും ഡിപ്പാർട്ട്മെന്റിൽ കയറാത്തത് ഞങ്ങൾ ഗിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതോ പോവുകയാണ്. നീ ഇടയ്ക്ക് വിളിച്ചിരുന്നല്ലേ? ഞാനത് പൈസ ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അത് നീ അവളെ മടിയിലെടുത്തോളാ. നിനക്കെല്ലാം മനസ്സിലായെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും കണ്ണുപൊത്തിരി കൊലക്കൊടുക്കാനാണ് വന്നത്. വെറും പാഴ് കേട്ടാ, നിന്റെ KP വെറും പാഴ്. മാറ്റടി പിടിക്ക്. എവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കേക്കാണിത്. അതും പാതി തിന്നിട്ട് വന്നേക്കണ് ഗൈസ്. തിന്നിട്ട് വന്നേക്കണമെന്നല്ല, അത് പോയത്. നീ ഒരു കാര്യം ഇതെടുത്ത് വെച്ച് മുറിക്കുക. ഇത് വെച്ചെടുത്തിട്ട് മുറിക്ക്. ആ ചേട്ടാ അറിഞ്ഞു വെച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ തിന്നല്ല. അയ്യോ പറ്റൂലെന്ന് ഒടിഞ്ഞുപോയി. തങ്ങളോട്ട് പോവും. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിഫ്റ്റ് ഗോസ് ടു ലക്ഷ്മി KP ഇടപ്പഴിഞ്ഞ വീട്. ഫ്രെയിം തന്നെ ആയിരിക്കും.
ഓ സീരിയസ്ലി, പക്ഷെ ഞാൻ ഞെട്ടി സീരിയസ് ആയിട്ടും. കാരണം വെച്ചാലേ ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, എനിക്കൊരു ക്ലൂ പോലും കിട്ടിയില്ല. ആടി എടി സീനടി പൊളി. എല്ലാ ഫോട്ടോസും കാണിച്ചു കൊടുക്കും. അയ്യോ 3 വർഷത്തെ മെമ്മറീസ്. എന്റെ ബർത്ത്ഡേ ലാസ്റ്റ് ഈ വർഷത്തെ നമ്മളെ കോളേജിലുണ്ടായിരുന്നിട്ട്. എന്റെ പൊന്നോ, മെയിലല്ലേ? മെയില് ജൂലൈ ജൂലൈ 5 ബിരിയാണി കൊടുത്തത് പോലും ജൂലൈ 5 എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിൽ നീ നോക്ക്, ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറെ മെമ്മറീസ് ആണ്. സത്യം. അയ്യോ എനിക്ക് വയ്യാടി. അതാണ് ഞാൻ അവിടെ പറഞ്ഞതാ. ഇത് വേറൊരു സാധനം. ഇത് എന്റെ ഇത് നിനക്ക് ഞാൻ വെള്ളിയാഴ്ച തരാൻ വേണ്ടി ഇരുന്നേണ്. എനിക്ക് ഇഷ്ടപ്പെട്ടടി, സീരിയസ് ആയിട്ടടി എനിക്ക് ഇഷ്ടപ്പെട്ട. നീ ആ ലെറ്റർ ആണെങ്കിൽ വീട്ടിൽ വെച്ചൊന്നും വയ്ക്കാതെ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഫ്രണ്ട്. ട്രൂ ഫ്രണ്ട് ഗൈസ്. എനിക്ക് നിനക്കല്ലേ നമ്മൾ ഒരുമിച്ച് ഡ്രസ്സ് ഇടണമെന്നൊക്കെ ആഗ്രഹം. അതൊക്കെ മുടി കെട്ടിയത് മാത്രമേ ഇച്ചിരി വ്യത്യാസമുള്ളൂ. ഓപ്പൺ വിത്ത് യുവർ സ്വീറ്റ് സ്മൈൽ. ഓൾറെഡി സ്മൈലിംഗ് ആണ് കേട്ടോ. ടു ലക്ഷ്മി കേപ്പി ഇടപ്പോഴേക്കും മാർക്ക് ഷോപ്പ് പിങ്ക് ഹൗസ്. ആക്ച്വലി അത് വയലറ്റ് ആണ്, ഫെയ്ഡ് ആയി പോയതാണ്. കൃഷ്ണപ്രിയ ആർവി മലയങ്കിഴിപ്പിക്കും. ഓക്കെ ഗായ്സ്, അത് വീട്ടിൽ പോയിട്ട് തുറന്നാൽ മതി. ഈശ്വര കേപ്പി വേറൊന്നുമില്ല. ഇല്ല ലാസ്റ്റ് ഞാൻ മസനോട് വഴി ഊട്ടിയിലോട്ട് പോവേണ്ടി വരും. എന്റെ മോനെ ഇത്രയും വലിയ ട്രീ എനിക്ക്. അപ്പൊ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ ഒരു ലെറ്റർ വായിക്കുന്നതാണ് ഫുള്ളുള്ളത്. പക്ഷെ ആ ലെറ്റർ വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ഞങ്ങളെ ലൈഫിൽ നടന്ന, അതായത് ഞങ്ങൾക്ക് മാത്രം അറിയാന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഭയങ്കര കോമഡി ആയിട്ട് അവൾ എഴുതിയതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്ന് പറയാൻ ഞാൻ സെപ്പറേറ്റ് ലെറ്റർ വായിക്കുന്ന മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ലൈവിലോ അല്ലെങ്കിൽ അല്ലാതെയോ ജസ്റ്റ് പറഞ്ഞു തരാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ 3 പേരായിട്ട് ഒരു ലൈവ് വല്ലതും ചെയ്യാം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പറയാട്ടോ. അപ്പോ ബാക്കി കഥ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇതാണ് മെയിൻ ആയിട്ട് അവർ എനിക്ക് തന്നൊരു കുട്ടി സർപ്രൈസ്. കുട്ടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ അവരങ്ങനെ തന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഈ 3 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഈ 3 വർഷവും അവരെനിക്ക് ഓരോ സർപ്രൈസ് തന്നിട്ടുണ്ട്, ഓരോരോ ടൈമിലായിട്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ലക്കിലി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു വ്ളോഗായിട്ട് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഹാപ്പിയായി. പിന്നെ ബാക്കി ഞാൻ അവരോട് ചോദിക്കുന്നതാണ് എന്നെ പറ്റി പറയാനുള്ള അഭിപ്രായം അതൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണയും പോയി. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ആ ഓരോ ഫോട്ടോയുടെ മെമ്മറീസ് ഇങ്ങനെ പറയണം. അതായത് ഓരോ ഫോട്ടോ എന്താണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്താണ്. ഒരു വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ലൈമും പപ്സും കുടിക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. അങ്ങനെ കൃഷ്ണപ്രിയയുടെ ചെലവാണ്. കൃഷ്ണപ്രിയ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കലിയാണ്. പക്ഷെ കൊണ്ടാടിക്കൊണ്ട വീഡിയോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. ഈ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്ക് ഒരു മിറർ ഉണ്ട്. അവിടെ ഞങ്ങൾ എപ്പോഴും പല കോപ്രായം കാണിക്കാറുള്ളതാണ്. ഈ കഴിഞ്ഞ 3 വർഷം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ഇത് ആക്ച്വലി ഫെബ്രുവരിയിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ പുറലോകം കാണിക്കുന്നത്. ഇതുപോലെ ഒത്തിരി ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.